ഹായ് എവ്രിബഡി, ഞാൻ സംഗീത മോഹൻ. കൈരളി TV ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. പേര് നക്ഷത്ര ദീപങ്ങൾ. അതെ, നിങ്ങൾ ഊഹിക്കുന്ന പോലെ തന്നെ TV ഫീൽഡിലെ ഒരു ടെലിവിഷൻ മേഖലയിലെ 60ഓളം നക്ഷത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ അതിലൊരു നക്ഷത്രമാകാനും ഒരു ചെറിയൊരു കൈത്തിരിനാളം തെളിയിക്കാനും എനിക്കും ഒരവസരം വീണ്ടും കൈരളി TV നൽകിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ എൻ്റെ ടു മൈ ലെവൽ ബെസ്റ്റ് പെർഫോം ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. ഞാൻ ആദ്യമായി പറയാം, എൻ്റെ ഫാമിലിയിൽ ആരും കലാരംഗത്ത് പ്രവർത്തിച്ചിരുന്നവരില്ല. എല്ലാവരും എന്തെങ്കിലുമൊക്കെ മറ്റു ജോലികളിലായിരുന്നു. കലാപരമായ ഒരു ചായവുള്ളവരാരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനൊക്കെ സ്കൂളിൽ 5-ലോ 6-ലോ 7-ലോ ഒക്കെ പഠിക്കുമ്പോൾ ഒരു ആവറേജ് പ്രേക്ഷകയായിരുന്നു എന്ന് വേണം പറയാൻ. TV-യുടെ മുന്നിൽ പോയിരിക്കുക, സീരിയലൊക്കെ കാണുക, പ്രോഗ്രാംസ് എല്ലാം കാണുക, എന്നിട്ട് ഓരോ എപ്പിസോഡ് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡിൽ എന്താവുമെന്ന് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. അങ്ങനെയുള്ള വളരെ നോർമൽ ആവറേജ് ആയിട്ടുള്ള ഒരു പ്രേക്ഷകയായിരുന്നു ഞാൻ. ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു രംഗത്തേക്ക് എത്തിപ്പെട്ടത്. ഇനി എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയാം. വീട്ടിൽ അച്ഛൻ, അമ്മ, ഞാൻ ആണ് എൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ഫാമിലി. അവർ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ ഇല്ല. അമ്മയും അച്ഛനും ഗുരുവായൂരാണുള്ളത്. പിന്നെ എൻ്റെ ചേച്ചിയുണ്ട്. ചേച്ചി എറണാകുളത്താണ് ജോലി. അപ്പോൾ ചേച്ചിക്കും നമ്മളുടെ ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. പിന്നെ എനിക്ക് എല്ലായ്പ്പോഴും എൻ്റെ എല്ലാ പ്രോജക്ട്സിലും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന, മിക്കവാറും ഞാൻ സാരിയൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ എൻ്റെ അമ്മയുടെ സാരി കൂടെ എനിക്ക് അത്ര സ്വാതന്ത്ര്യമായിട്ട് പോയി എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതെൻ്റെ കുഞ്ഞമ്മയാണ്. കുഞ്ഞമ്മയുടെ സാരിയാണ് ഞാൻ എപ്പോഴും വളരെ സ്വാതന്ത്ര്യത്തോടെ വന്ന് എടുത്തിട്ട് പോയിട്ട് മിക്ക സീരിയലുകളിലും ഉടുക്കുന്നത്. അത് കുഞ്ഞമ്മയാണ്. പിന്നെ ദിസ് ഈസ് എൻ്റെ സിസ്റ്റർ ഇൻലോ എന്നുള്ളത് കട്ട് ചെയ്യാം. ഷീ ഈസ് ആസ് ഗുഡ് ആസ് മൈ സിസ്റ്റർ ഉമ. ഇവരൊക്കെയാണ് നമ്മുടെ ഒരു എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഉള്ളൊരു പിൻബലം. പിന്നെ എൻ്റെ അനിയൻ ഇവിടെ ഇല്ല, ഹസ്ബൻഡ് എത്തിയിട്ടില്ല, ഓഫീസിലാണ്. സംഗീത എന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ മകളാണ്. ഞങ്ങൾക്ക് 3 കുട്ടികളെന്നാണ്. എൻ്റെ ചേച്ചിയുടെ 2 കുട്ടികളും എൻ്റെ മകനും. അപ്പോൾ സംഗീത രണ്ടാമത്തെ പെൺകുട്ടിയാണ്. കുഞ്ഞുനാൾ മുതലേ അവളെ കൊണ്ടു നടക്കുന്നതും കാര്യങ്ങൾ നോക്കുന്നതും സ്കൂളിൽ കൊണ്ടുവിടുന്നതും തുടങ്ങി എൻ്റെ കല്യാണം വരെയുള്ള പീരീഡിൽ ഉള്ള കാര്യങ്ങളെല്ലാം മോളെന്ന നിലയിൽ. അതുകൊണ്ട് എനിക്കൊരു മോൻ മതി എന്നുള്ളായിരുന്നു എൻ്റെ ജീവിതാഗ്രഹം. അങ്ങനെ വളർത്തിയ കുട്ടികളാണ്. പിന്നെ സംഗീത മിടുക്കിയാണ്. അവൾ പഠിപ്പിനൊക്കെ വളരെ മിടുക്കിയായിട്ടുള്ളൊരു കുട്ടിയാണ്. പഠിക്കുന്ന സമയത്ത് ആക്ടിങ്ങിൽ വന്നപ്പോഴും സംഗീത പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ മത്സരങ്ങളിലൊന്നും പങ്കെടുക്കാനോ അല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കാനോ അന്ന് അച്ഛനും അമ്മയും ഒന്നും സമ്മതിച്ചിരുന്നില്ല. പാട്ട് പാടുന്ന സിനിമാ പാട്ട് പാടിയാൽ തന്നെ ഞങ്ങൾക്ക് വഴക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ ആണ് ഞങ്ങളുടെ കുടുംബം വളർന്നത്. പക്ഷേ മോള് അതിനെല്ലാം ഡിഫറെൻ്റായിട്ട് അവളുടെ കഴിവാണ്. പക്ഷെ അവളുടെ അച്ഛനെന്ന് പറയുന്നത് നല്ലൊരു ചിത്രകാരനും ഒക്കെ ആണ്. അച്ഛൻ വരയ്ക്കും, അച്ഛൻ നല്ല ചിത്രകാരനാണ്. അമ്മ പാട്ട് പാടും. അത്യാവശ്യം മൂളിൽ പാട്ടുമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. എന്നാലും ആ പ്രോത്സാഹനമൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ പാരൻസ് തന്നില്ല. പക്ഷെ മോള് അതെല്ലാം അതിൽ നിന്നെല്ലാം നല്ല ഇതായിട്ട് അവളുടെ അഭിനയം എന്ന് പറയുന്നത് അവളെ പഠിപ്പിച്ചെടുക്കുന്ന അഭിനയമൊന്നുമല്ല, അത് അവളുടെ സ്വതവേ ഉള്ള ഒരു സിദ്ധിയാണ്. അവളുടെ ആ സംസാരവും അഭിനയവും കഴിവും എല്ലാം. ചേച്ചിയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കൂൾ സ്റ്റാൻഡേർഡ് മുതൽ ചേച്ചിയുടെ കുറേ സീരിയൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഫാനായിരുന്നു ചേച്ചിയുടെ. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ചേച്ചി എൻ്റെ സിസ്റ്ററിനെല്ലാം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഇൻ പേഴ്സൺ ചേച്ചി ഭയങ്കര നല്ല സ്വീറ്റ് പേഴ്സണാണ്. പിന്നെ ആക്ടിങ് വൈസ് ആണെങ്കിലും പിന്നെ നല്ല ബോൾഡാണ് എല്ലാ കാര്യത്തിലും. ശരി,
ശരിക്കും എന്നെ അടുത്തറിയാത്ത ആളുകൾക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാനൊരു ഈശ്വര വിശ്വാസിയാണെന്നുള്ളത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സംഗീത ദൈവവിശ്വാസിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പീപ്പിൾ ടേക്ക് മീ ഫോർ എൻ എയ്ത്തിസ്റ്റ്. ഐ എം നോട്ട് എൻ എയ്ത്തിസ്റ്റ്. ഐ എം നോട്ട് എൻ എയ്ത്തിസ്റ്റ് അറ്റ് ഓൾ. വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. ഞാൻ ധാരാളം വായിക്കും. യെസ്, ഐ റീഡ് എ ലോട്ട്. എല്ലാം വായിക്കും. ഷോർട്ട് സ്റ്റോറീസ്, നോവൽസ് ഒക്കെ വായിക്കും. അങ്ങനെ ഒരു ലാംഗ്വേജ് ബാരിയേഴ്സും എനിക്കില്ല. ബഷീറിൻ്റെ ഓൾമോസ്റ്റ് സമ്പൂർണ്ണ കൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട്. 3 വോള്യൂമോ മറ്റുണ്ടായിരുന്നു, വായിച്ചിട്ടുണ്ട്. പിന്നെ ഗബ്രിയേൽ ഗാർഷ്യ മാർക്വേസിൻ്റെ ഷോർട്ട് സ്റ്റോറീസ്, പിന്നെ ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, പൗലോ കൊയ്ലോയുടെ പുസ്തകങ്ങൾ ഏതാണ്ടെല്ലാം 1-2 എണ്ണം ബാക്കിയുണ്ട്, വായിക്കാത്തതുണ്ട്. ബാക്കി ഏകദേശം. പിന്നെ അവരൊക്കെ എൻ്റെ ഫേവറേറ്റ് റൈറ്റേഴ്സാണ്. നിങ്ങൾ ഈ കാണുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും കംപ്ലീറ്റ് ആവുന്നില്ല. സോ പ്ലീസ് pray for me, my team. Thank you.